2026 ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ സ്വന്തം കാനറിപ്പട. ഇതാ ഇന്നത്തെ മത്സരത്തിൽ ഹെയ്തിക്കെതിരെ 3-0 മിന്നും ജയവുമായാണ് ബ്രസീൽ വിന്നിംഗ് ക്യാമ്പയിൻ ഈ ലോകകപ്പിൽ ആരംഭിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, മികച്ച താരം ഇരട്ട ഗോളുകളുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും സൂപ്പർ താരം ബ്രസീലിന്റെ സ്ട്രൈക്കർ മാത്യൂസ് കുനിയ 2 ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബാക്കിയുള്ള മൂന്നാമത്തെ ഗോൾ നേടിയതാട്ടെ വേറൊരു സൂപ്പർ താരം റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയർ ആണ്. എന്താ പറയാ, രണ്ടാമത്തെ ഗോളിന് കുനിയയ്ക്ക് അസിസ്റ്റ് നൽകിയതും വിനീഷ്യസ് ജൂനിയർ ആണ്. ഇനി ഇവർ രണ്ടുപേരും മികച്ച മുന്നേറ്റങ്ങളിലൂടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളം പിടിച്ച ബ്രസീൽ ആദ്യ ഹാഫ് തീരുമ്പോൾ തന്നെ 3-0 മുന്നിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താ പറയാ, നമ്മുടെ കാർലോ ആഞ്ചലോട്ടി കുറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തി. കുറെ പേർക്ക് ഡിബറ്റ് മാച്ച് കൊടുത്തു. മാർട്ടിനെല്ലിക്ക് വേൾഡ് കപ്പിൽ ആദ്യ മത്സരം കിട്ടി, അതുപോലെ എഡേഴ്സൺ സാന്റോസിന് ആദ്യ മത്സരം കിട്ടി, അതുപോലെ റയാൻ 19 വയസ്സുകാരൻ ടീനേജർ ബോൺമൌത്തിന്റെ സൂപ്പർ താരമായിരുന്ന റയാന് വരെ ഇന്ന് ചാൻസ് കൊടുത്തു. സെക്കൻഡ് ഹാഫിൽ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും എന്താ പറയാ, സത്യത്തിൽ ഹെയ്ജി നന്നായി സെക്കൻഡ് ഹാഫ് മാനേജ് ചെയ്തു എന്ന് വേണം പറയാൻ. ബ്രസീലിന് അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം മിഡ്ഫീൽഡിൽ ഒരാളെ കൂടെ അവർ ആഡ് ചെയ്തു, ഡിഫൻഡിൽ നിന്ന് ഒരാളെ കുറച്ചിട്ട്. ഫസ്റ്റ് ഹാഫിൽ 5 ഡിഫൻഡറുമായാണ് ഹെയ്ജി ഇറങ്ങിയതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 4 ആക്കിയിട്ട് 5ാമത്തെ ഒരു ഡിഫൻഡറെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ കളി ഹെയ്ജി മാറി തുടങ്ങിയിരുന്നു. ഹെയ്ജി ചാൻസസ് ക്രിയേറ്റ് ചെയ്തതാവട്ടെ സെക്കൻഡ് ഹാഫിലാണ്. എന്നിരുന്നാലും ബ്രസീലിയൻ സെൻട്രൽ ബാക്കുകളായ മാർക്കിനോസും അതുപോലെ ഗബ്രിയൽ മഗലസും ഒരു തരിക്കുന്ന വിട്ടുകൊടുത്തില്ല. ഒപ്പം തന്നെ നമ്മുടെ പഴയ താരം ഡാനിലോ റൈറ്റ് ബാക്ക് കാത്തു സൂക്ഷിച്ചപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ഡൗഗ്ലസ് സാന്റോസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് എങ്കിൽ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ താരത്തിന് സബ്ബായിട്ട് പുതിയ താരത്തിനെ കൊണ്ടുവന്നു. എന്നിരുന്നാലും ഒരു പ്രശ്നം പോലും ഡിഫൻസിൽ ഇളകാൻ സമ്മതിച്ചിരുന്നില്ല ഇന്നത്തെ ബ്രസീലിയൻ നിര. നല്ലൊരു കീപ്പിംഗുമായി അലിസൺ മുന്നിട്ട് തന്നെ നിന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്രസീലിയൻ ഓൾറൗണ്ട് പെർഫോമൻസ് നടത്തിയ ദിവസമായിരുന്നു. എന്താ പറയാ, മുന്നേറ്റത്തിൽ പന്ത് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിനല്ല ബ്രസീൽ ഇന്ന് ശ്രമിച്ചത്. നല്ല രീതിയിൽ മിഡിൽ നിന്ന് പന്ത് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫിൽ ചെയ്തത്. ഒരു 2-3 ഗോള് അധികം കിട്ടേണ്ടതായിരുന്നു. ഇഞ്ചികൾക്ക് ഓഫ് സൈഡായിട്ട് എൻട്രിക്കിന്റെ ഒരു ഗോൾ മിസ്സായി. അതുപോലെ തന്നെ നമ്മുടെ മാത്യൂസ് കുനിയയ്ക്ക് ഒരു ഗോളും കൂടി മിസ്സായിരുന്നു. അങ്ങനെ റാഫിനെ പരിക്ക് പറ്റി പുറത്തുപോയി ഫസ്റ്റ് ഹാഫിൽ എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. എന്നിരുന്നാലും റയാന റൈറ്റ് വിങ് പൊസിഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതോടുകൂടി ആഞ്ചലോട്ടിക്ക് വലിയൊരു ടെൻഷനാണ് ഒഴിഞ്ഞു മാറിയത്. വലിയ ഇഞ്ചുറി അല്ല റഫിനയ്ക്ക് എന്നാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. എനിവേ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ബ്രസീൽ. 2ാം സ്ഥാനത്ത് 4 പോയിന്റ് തന്നെയുള്ള മൊറോക്കോയുടെ ഗോൾ ഡിഫറൻസിൽ ബ്രസീലാണ് മുന്നിൽ എന്നതാണ് സത്യാവസ്ഥ. 3ാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡ് ഉണ്ട് 3 പോയിന്റുമായി. ഹെയ്തി എന്തായാലും ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 2 മത്സരങ്ങളും തോറ്റ ഹെയ്തിക്ക് ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിവേ കാനറിപ്പട തുടങ്ങിയിരിക്കുന്നു. അടുത്ത മത്സരം സ്കോട്ട്ലാൻഡിനെതിരെയാണ്. വാശിയേറിയ മത്സരം. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരാകുമെന്ന് തീരുമാനിക്കുന്ന മത്സരമായിരിക്കും അത്. മൊറോക്കോ അതേസമയം ഹെയ്തിയെ നേരിടും.